കിണറമ്മാണിയിൽ ഞാനിപ്പോൾ ഏകദേശം ഒരു 15 കൊല്ലമായിട്ടുണ്ട്. കിണറിൽ മണ്ണ് വാരല്, കെട്ടല്, തേക്കല്. ഇപ്പം ഏറ്റവും അവസാനം ലേറ്റസ്റ്റ് ഇപ്പം നിൽക്കുന്നത് കിണർ തേപ്പിലാണ്. ഇപ്പം കെട്ടാനും കിണർ കുത്താനും തന്നെ പോകില്ല, അതിന് ആവശ്യം വരില്ല, അതിനകത്തൊക്കെ തേക്കാൻ തന്നെ ഉണ്ട്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കിണർ കുത്താൻ ഏറ്റവും നല്ലത് നമ്മൾ നാടൻ പണിക്കാരനാണ്. കംപ്രസർ വെച്ച് കിണർ കുത്തുന്ന സമയത്ത് എന്താ വെച്ചാൽ ഇളംപാറ കോമ്പിൾ നല്ല പാറ പൊട്ടി കിണറിന്റെ മുകളിൽ ഷേപ്പില്ലാതെ ചൂരി പിടിച്ചമാതിരി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കിണർ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് വൃത്തി വേണമെന്നുള്ള ആൾക്കാർ ഏറ്റവും നല്ലത് സാധാ നാടന്മാരെ കൊണ്ട് കുത്തിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാവുമ്പോൾ വെച്ചിട്ടാണെങ്കിൽ പടവിന് വൃത്തി ഉണ്ടാവുമ്പോൾ മാത്രമല്ല ഇടിഞ്ഞു നോക്കില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ വട്ടമായിട്ടൊക്കെ കിട്ടും. ഓക്കെ അല്ലേ? കേരളത്തിൽ തന്നെ ഏറ്റവും ടോപ്പിൽ കിണർ കുഴിച്ച് നേക്കാക്കി തരാൻ പറ്റിയ ഒരു ടീം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടത്, ഞാൻ ഒരുപാട് ടീമിനെ കണ്ടിട്ടുണ്ട്. എന്നിട്ടോ പ്രൊമോഷനല്ല, എൻ്റെ മനസ്സിനുള്ളിൽ എന്ന് പറഞ്ഞു തരാണ്. അത് നമ്മളെ ഉൾപ്പറങ്ങാടുള്ള 14 ടീം ഷെബീർ, അതുപോലെ ചാനലിൽ വരുന്നതാണ് ഷെബീർ വെൽവർക്ക്. ആ ചാനൽ കണ്ടാൽ മതി, അതുപോലെ ആ ഫിനിഷിങ് കാണാൻ. ഈ കംപ്രസർ കുത്തുന്ന ആൾക്കാർ എന്താ പ്രത്യേകത? അടിച്ചടിച്ച് തൂഫാനാക്കിയിട്ട് നല്ലപോലെ മറ്റേ ചെത്തി മിക്കൊന്നും ചെയ്യില്ല. എങ്ങനെയായാലും ഒരു കോൽമേൽ 500-300 വ്യത്യാസം വരുന്നുള്ളൂ. പിന്നെ ഓരോ ഡയലോഗ് എന്താ പറയുക, നിങ്ങൾ 4 ദിവസം കൊണ്ട് കുഴിക്കുന്നു, 3 ദിവസം കൊണ്ട് കുഴിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ആൾക്കാർ അതിൽ പെട്ടുപോകുന്നത്. അങ്ങനെ കുഴി തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഓരെന്താക്കും 12 ദിവസവും 5 ദിവസവും. പിന്നെ ആൾക്കാരെ പെട്ടുപോയി തൊട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ആരും വരില്ലല്ലോ. അങ്ങനെ പെടുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ പെടാൻ നിൽക്കേണ്ട, നമ്മൾ നമ്പർ ഇവിടെ മെൻഷൻ ചെയ്യുക, ഷെബീർ വെൽവർക്ക്. അതേപോലെ തന്നെ ഇപ്പോൾ സീസണാണ് കിണറിൻ്റെ അടി കെട്ടാൻ പറ്റിയ തൂക്കം, അതായത് ഈ ചുമർക്ക് അതേ മറിക്ക് ഉള്ളു തുറന്ന് കെട്ടാൻ പറ്റിയ കേരളത്തിലെ നല്ലൊരു ടീം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്പനിയുടെ പേര് നമ്മൾ മുതലാളി പറഞ്ഞുതരും, ടീം ബാപ്പു ടീംസ്. നിങ്ങളിപ്പോൾ ഒരേ സമയം ഒരു 3-4 നൈറ്റൊക്കെ എടുത്തോളെ, ഇത്ര നല്ല നേക്ക് പണിക്കാരാണല്ലേ. ഫുള്ള് ബിഞ്ചുമല കളി. അതായത് ഇന്നത്തെ കാലത്തൊന്നും മറ്റേ ഈ പരിപാടി ഉണ്ടല്ലോ, ഉരുളൊക്കെ നഷ്ടമാണ്. ഒരു കല്ല് 2 കല്ലൊക്കെ അറക്കുമ്പോൾ തന്നെ പണിക്കാരെ കയ്യും ഈ മുട്ടിൻ്റെ കുഴച്ചിരുന്നൊക്കെ തളരിയല്ലേ. ഇതിപ്പോൾ പറഞ്ഞാൽ ഇവർക്ക് അത്ര ബിഞ്ചാന്ന് പറയും. ബിഞ്ചിലാണ് മൊത്തം കളി. നേരെ മണ്ണ് കയറ്റും, അതേപോലെ കല്ലറക്കണേ ഫട്ടാഫട്ട് നേക്കിൽ ഉറക്കെ തീർത്ത് കൈ തരുന്നു. പറഞ്ഞ സമയം കൊണ്ട് തീർത്തരും. ഓൾ കേരളം ഉണ്ടോ? കഴിയില്ല. അതായത് ഡേഞ്ചർ ആരും എത്താത്തോടത്ത് കെട്ടാൻ തന്നെ ഒരു ഡേഞ്ചർ ഉണ്ട് മംഗലാപുരത്ത്. അങ്ങനെയാണെങ്കിൽ നമ്മളെന്ത് ചെയ്യും, നമ്മളെല്ലാ എഗ്രിമെന്റും ഒരു അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ പോകുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു ആരെക്കൊണ്ടേ കെട്ടിച്ചോട്ടെ, നമ്മൾ അതിൻ്റെ പറഞ്ഞു ലോങ് ആയതുകൊണ്ടാണ്. നേരെ മറിച്ച് ഓൾ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂരൊക്കെ നമ്മളെ പരിപാടി ഉണ്ടല്ലേ. ബീം ഇടാളടുത്ത് ബീം ഇടും, ഗർഭ് വാർത്ത് സെറ്റാക്കി ഇറക്കി മിയാമിയാക്കി പിന്നെ തൊട്ട് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ആ കിണറ്റിൽ ഒരാൾ നോക്കേണ്ട ആവശ്യമില്ല. അവിടെ അതോടെ ചാപ്റ്റർ ക്ലോസ്. അതാണ് ടീം വാപ്പു സെറ്റ്.